أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്ന ഫ്രൈഡേ മദ്രസയിലെ തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിലെ 13ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അവരുടെ അഹ്ലുകാർ, കുടുംബക്കാർ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിലുടനീളം അള്ളാഹു സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ച നിയമങ്ങൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കി അതൊന്നുകൂടെ ഓർമ്മ പുതുക്കി ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതായത് പുതിയ നിയമങ്ങൾ അങ്ങനെ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറ ഇന്ന് അവസാനിക്കുകയാണ്. സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ്. സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ മറ്റു സൂറത്തുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സൂറത്താണ് എന്നൊക്കെ നമുക്കറിയാം. സൂറത്തുൽ ബഖറ ഇന്ന് പാരായണം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പുതിയ സൂറത്ത് നമുക്ക് ആരംഭിക്കുമ്പോൾ പുതിയ നിയമങ്ങളുമായിട്ട് തുടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ബഖറ ഇന്ന് അവസാനിക്കുമ്പോൾ ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗം ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഭാഗമാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ അവസാനം അവതരിച്ച ആയത്ത് ഇന്ന് നമ്മൾ ഓതുന്ന ഭാഗത്താണ്. ആദ്യം അവതരിച്ചത് എല്ലാവർക്കും അറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ആദ്യം അവതരിച്ചത്. അവസാനം ഇറങ്ങിയ ആയത്ത് ഇന്ന് നമ്മൾ ഓതുന്ന ഭാഗത്താണ്. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, വലുപ്പം കൊണ്ട് ഏറ്റവും വലുത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുസ്ഹഫിൽ ഒരു പേജ് ഉണ്ട്, ആ ആയത്ത് ഇന്ന് നമ്മൾ ഓതുന്ന ഭാഗത്താണ്. ആ ആയത്തിൻ്റെ പേര് ആർക്കാണറിയാം? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിൻ്റെ പേര് ആയത്തുൽ കുർസി അല്ല. ആയത്തുൽ കുർസി ഏറ്റവും മഹത്വമുള്ള ആയത്ത്. ഇവിടെ പറഞ്ഞു വലുപ്പത്തിൽ ഏറ്റവും വലുത്.
ആയത്തുദ്ദൈൻ. ദൈൻ എന്ന് പറഞ്ഞാൽ കടം എന്നാണ് അർത്ഥം. കടം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ കടങ്ങളും ബാധ്യതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല വീട്ടിത്തരട്ടെ. അതിനുള്ള ഹലാലായ നല്ല വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത്, ഉസ്താദേ കടമുണ്ട്, വീട് വെച്ച വകയിൽ അല്ലാതെയുമൊക്കെ കടം വീട്ടാനുള്ള വഴി തുറന്നു തരണം, ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറായ രൂപത്തിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ കടം എന്നാണ് ദൈൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ആയത്തുദ്ദൈൻ എന്നാണ് ആ വലിയ ആയത്തിൻ്റെ പേര്. മനുഷ്യർ തമ്മിലുള്ള ഇടപാടാണ് കടം എന്നത്. കടം വാങ്ങുക, കടം കൊടുക്കുക എന്നത്. ആവശ്യ സന്ദർഭങ്ങളിൽ കടം വാങ്ങാം, കടം കൊടുക്കണം. ഹദീസിലൊക്കെ തന്നെ കാണാം, ഒരാൾ കടം കൊടുത്താൽ പകുതി സദഖ ചെയ്ത പ്രതിഫലമാണ് എന്ന്. 1000 രൂപ ഒരാൾക്ക് കടം കൊടുത്താൽ 500 രൂപ സദഖ നിർവഹിച്ച പ്രതിഫലമാണ് എന്ന്. 1000 തിരിച്ചു തരും, അതാണല്ലോ കടം. എന്നിട്ടും 500 രൂപ സദഖ നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. പറഞ്ഞു വന്നത്, അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഈ ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് സവിസ്തരം പറയുന്ന ആയത്താണ് ആയത്തുദ്ദൈൻ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. പിന്നെ ഒരു പ്രത്യേകത വേറെയുണ്ട്, ഒന്നുകൂടെ പറയാം. ആമനർ റസൂലു എന്ന് പറയുന്ന അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആയത്തുൽ കുർസി കഴിഞ്ഞാൽ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? ആമനർ റസൂലു ആണ് ആയത്തുൽ കുർസി കഴിഞ്ഞാൽ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തുകൾ എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. ആമനർ റസൂലു, നമ്മൾ ആമനർ റസൂലു സാധാരണ ഓതുന്നവരാണ്, പതിവാക്കുന്നവരാണ്, പതിവാക്കേണ്ടവരാണ്. ആന്നേ, ഒരാൾ രാത്രി കിടക്കുന്ന സമയത്ത് ആമനർ റസൂലു ഓതിയാൽ, ആ 2 ആയത്തുകൾ ഓതിയാൽ, ഹദീസിൽ കാണാം കഫതാ, അവനന്ന് ആ 2 ആയത്തു മതി എന്നാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അവൻ അന്ന് ആ 2 ആയത്തു മതി എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമാണ്, നേരം പുലരുവോളം സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലത്തിനു പകരം ആ 2 ആയത്തു മതി എന്ന്. ഒന്ന് വേറെയുണ്ട്, നേരം പുലരുവോളം അവനുള്ള സംരക്ഷണം, സുരക്ഷയ്ക്ക് ഈ 2 ആയത്തുകൾ മതി എന്ന്. അത്രയും മഹത്വമുള്ള ആയത്തുകളാണ് അൽ ബഖറ സൂറത്തിൻ്റെ അവസാനത്തിലെ 2 ആയത്തുകൾ. ഒരുപാടുണ്ട്. ഈ 2 ആയത്തുകൾ മാത്രം നേരത്തെ നമ്മൾ ഫ്രൈഡേ മദ്രസ ക്ലാസ്സിൽ വിശദമായി പാരായണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തുൽ കുർസിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ കൂടെ ആമനർ റസൂലു എന്ന് പറയുന്ന നമ്മുടെ അൽ ബഖറ സൂറത്തിൻ്റെ അവസാനത്തെ ഈ 2 ആയത്തുകൾ നേരത്തെ ഫ്രൈഡേ മദ്രസയിൽ വിശദമായി പറഞ്ഞതിൻ്റെ ലിങ്കും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്നുകൂടെ കാണണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ കാണാത്ത, കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും കാണണം. അല്ലാത്തവർ ഒരു തവണ കൂടെ കേട്ടാൽ അതിൻ്റെ പാരായണം വിശദമായി അതിലുണ്ട്. അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയില്ല. ഓക്കെ, നമുക്ക് പാരായണത്തിലേക്ക് വരാം. സൂറത്തുൽ ബഖറ 270-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് തുടങ്ങുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമുഹു وما للظالمين من أنصار إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. 2 ആയത്തുകൾ ഓതിയല്ലോ. ഇതിലെ ആദ്യം ഓതിയ ആയത്ത് നമുക്ക്
ഒരുമിച്ച് ഓതിയിട്ട് തുടങ്ങാം. ഞാൻ ഓതിത്തരാം, ആ ഭാഗം നിങ്ങളൊക്കെ കേട്ട് ഒന്ന് ഓതണം. وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه. നോക്കിയേ, അത്ര ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഇടയിൽ നിർത്തേണ്ടി വരും. അതങ്ങനെ തന്നെയല്ലേ, ശ്വാസം മുട്ടി നമ്മൾ പ്രയാസപ്പെടാൻ പാടില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? وما أنفقتم من نفقة أو نذرتم, അതുവരെ. ഇനി أو نذرتم من نذر فإن الله يعلمه وما للظالمين من أنصار. ഈ ആയത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ അവസാനം തന്നെ വമാലിദ്ദാലിമീന കഴിഞ്ഞ് മിൻ അൻസാർ എന്നുള്ളിടത്ത് രണ്ട് പ്രശ്നങ്ങൾ വരും. ഒന്ന് മിൻ അൻസാർ ആവും. വമാലിദ്ദാലിമീന മിൻ അൻസാർ, മിൻ അൻസാർ ഇഖ്ഫാഉം പോകും ഹംസും പോകും, എന്നിട്ട് മിൻ അൻസാർ ആവും. ആവരുത്. അടുത്ത ആയത്ത് ഇൻ തുബ്ദുസ് സ്വദഖാതി ഫനിഇമ്മാഹി, അവിടെ വഖഫ് ചെയ്തതും ഫനിഇമ്മാഹി. തജ്വീദിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്ന, തജ്വീദിൻ്റെ അഹ്കാമുകൾ, അതിലെ ഇദ്ഗാമുകളൊക്കെ കൂടുതൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെറിയൊരു സൂചന തരുന്നേ, അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഫനിഇമ്മാഹി, ആ കലിമത്ത് ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വേറിട്ട ഒരു കലിമത്താണ്. ഫനിഇമ്മാഹി എന്നത് ഒരു പ്രത്യേക തരം ഇദ്ഗാമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ തജ്വീദും ഒക്കെ കൂടുതൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും. ഫനിഇമ്മാഹി എന്നതിൻ്റെ തഫ്സീറൊക്കെ പരിശോധിച്ചാൽ ഓക്കെ. وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. വയുകഫിറു അൻകും, യുകഫിർ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് റാഇന് സുക്കൂൻ അല്ല, എന്നിട്ടോ റാഇനെ തഫ്ഖീമും ചെയ്യും. യുകഫിർ അൻകും, രണ്ട് തെറ്റുകൾ അങ്ങനെ വരും. പലപ്പോഴും കേട്ടിട്ടുണ്ട് വയുകഫിർ അൻകും. വയുകഫിർ എന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. ഇവിടെ വയുകഫിറു അൻകും, വയുകഫിറു അൻകും മിൻ സയ്യിആതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അടുത്ത ആയത്ത് ഓതട്ടെ, ശ്രദ്ധിക്കണേ. ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. ഈ ആയത്തിൽ നോക്കൂ, ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. ഇനി നോക്കൂ, വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും وما تنفقون إلا ابتغاء وجه الله. എങ്ങനെ അവിടെ നോക്കിയേ, വമാ തുൻഫിഖൂന ഓതിക്കോളൂ, എല്ലാവരും ഓതിക്കോളൂ. വമാ മൊത്തത്തിൽ ഉള്ളൊരു വിഷയമാണ്, ഞാൻ പറയട്ടെ. നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല ബിത്തിഗാ, അവിടെ ചില ആളുകൾ ഓതുമ്പോൾ ഇല്ല ബിത്തിഗാ, നോ ഗാ അല്ല, അത് ഗൈനാണ് ഗാ. എന്നാലോ ഇല്ല ബിത്തിഗാ, അതും പാടില്ല. ഗോ
വായ നിറയെ ശബ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തഫ്ഖീമിൻ്റെ അക്ഷരമാണല്ലോ ഗൈൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണിത്. ഇല്ല എന്ന് നീട്ടിയ ഉടനെ തന്നെ വരുന്നു. അപ്പോൾ പലരും വളരെ നേർത്തൊരു സമയം ശ്രദ്ധ പോയാൽ ആകും. ഇല്ല അല്ല, ആണ്. ഇല്ല അല്ലാതെ അല്ല. ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ 7 എണ്ണമാണല്ലോ. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി പഠിക്കുന്നുണ്ട്. അതിൽപ്പെട്ട അക്ഷരമാണ് ഗൈൻ. ഈ ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ നീട്ടാൻ വേണ്ടി അലിഫ് വരുമ്പോഴും അതിനെ നീട്ടണം. ഈ 7 അക്ഷരങ്ങളെ അല്ലാത്ത അക്ഷരങ്ങളെ, ഉദാഹരണം ഹംസ തൊട്ടടുത്ത് വന്നു, അതിന് തഫ്ഖീം ആകാൻ പാടില്ല. അതിന് ആമനു പറയാനേ പറ്റൂ, അല്ലാതെ പറ്റില്ല. നോക്കൂ, ഇസ്തിഅലാഇൻ ഹർഫിനെ നീട്ടാൻ അലിഫ് വരുമ്പോൾ തഫ്ഖീമ, ഇവയല്ലാത്തവയെല്ലാം നീട്ടാൻ അലിഫ് വരുമ്പോൾ തർഖീഖ. ഖാലൽ ഖാലിദു എന്നു പറഞ്ഞോ ഖായും ഖായും തഫ്ഖീമായി. ഖാലൽ ഖാലിദു എന്നു പറഞ്ഞാൽ ഖായും ഖായും തർഖീഖായി. മനസ്സിലായല്ലോ? അപ്പോൾ ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ വരുമ്പോൾ അതിനെ നീട്ടാൻ വേണ്ടി അലിഫ് വരുമ്പോൾ അതിനെയും തഫ്ഖീം ചെയ്യണം. തൊട്ടടുത്ത് ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ വരുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഉദാഹരണം ഇല്ല ബിതിഗാ. ഇനി അതിൻ്റെ ശേഷം നോക്കൂ, വമാ തുൻഫിഖൂ മിൻ ഖൈരി യുവഫ ഇലൈക്കും. യുവഫ അല്ലേ, വ പറയുമ്പോൾ വ, ഫ പറയുമ്പോൾ ഫ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി അടുത്ത ആയത്തിലേക്ക് വരാം. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. ഈ ആയത്തിലെ للفقراء الذين أحصروا في سبيل الله ആവരുത്. അതുപോലെ لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. അടുത്ത ആയത്ത്, الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. എന്താണ് അംവാലഹും ബില്ലൈലി? ഒന്ന് ഓതണം ഒരുമിച്ച്. ഓതിത്തര ആ ഭാഗം നിങ്ങൾ കേട്ടോതുക. الذين ينفقون أموالهم بالليل والنهار سرا وعلانية. ഓതി നോക്കൂ. فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഓതി നോക്കൂ. കഴിയുന്ന ആളുകളൊക്കെ മെല്ലെ തന്നെയെങ്കിലും ആയിട്ട് ഓതിയിട്ട് ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത ആയത്തിലേക്ക് വരാം.
الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. ഇവിടെ നോക്കൂ, الذين കൂടെ الذين يأكلون الربا لا يقومون إلا كما يقوم الذي باقي يتخبطه الشيطان من المس. പിന്നെയോ നോക്കൂ, ذلك بأنهم قالوا إنما البيع مثل الربا مثل الربا. അവിടെ എഴുതിയതും നമ്മൾ നിർത്തിയതൊക്കെ ശ്രദ്ധിച്ചോ? ആ വാവ് എഴുതിയിട്ടാണ് റിബ എഴുതുന്നത്. പലപ്പോഴും സ്വലാത്ത് എഴുതുന്നത് പോലെ, സക്കാത്ത് എഴുതുന്നത് പോലെ മിസ്ലുർ റിബ. വീണ്ടും നോക്കൂ, وأحل الله البيع وحرم الربا. അവിടെയൊക്കെ ഉണ്ട് റിബ എന്ന കലിമത്ത്, ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത്, യംഹഖുല്ലാഹു الربا ويربي الصدقات والله لا يحب كل كفار أثيم. യംഹഖുല്ലാഹു, ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ യംഹഖു ആവും. യംഹഖു, ഹ പോകും, ഹ ആകും, ഖാഫ് പോകും, കാഫ് ആകും, എന്നിട്ട് യംഹഖു. നോ, യംഹഖുല്ലാഹു الربا ويربي الصدقات والله لا يحب كل كفار أثيم. അടുത്ത ആയത്തോ, إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. നന്നായി ശ്രദ്ധിക്കണം ഈ ആയത്ത്. ഇപ്പോഴും ചില ആളുകൾക്ക് ഈ വിഷയം പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒന്നുകൂടെ ഓതട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ എന്തെങ്കിലും കിട്ടിയോ എന്ന് നോക്കണം. പുതിയ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും കാലം അവിടെ അങ്ങനെയല്ലല്ലോ ഓതിയിരുന്നത്, ഇപ്പോഴാണല്ലോ ശ്രദ്ധിച്ചത് എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയണേ. നോക്കൂ, ശ്രദ്ധിക്കണം എല്ലാവരും. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. കുറേ ആളുകൾക്ക് മനസ്സിലായി എന്ത്? അതെ, ഇന്നല്ലദീന ആമനു അങ്ങനെ വന്ന് വആതവു സകാത്ത എന്നാണുള്ളത്. അല്ലേ? വആതവു സകാത്ത. പലപ്പോഴും പലരും ഓതിയിട്ടുണ്ടാവുക ആതു സകാത്ത എന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ആതു സകാത്ത ഉണ്ട് ഖുർആനിൽ, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ആതു സകാത്ത. എന്നാൽ ആതവു എന്ന് വാവിന് ലമ്മ് എഴുതിയിട്ടും ഉണ്ട്. മനസ്സിലായോ? ആതു സകാത്ത എന്ന് പറയുമ്പോഴോ താഇന് ലമ്മാണ്, താഇന് ലമ്മാണ്. ആതു അസ്സകാത്ത എന്നാണുള്ളത്. കൂട്ടി ഓതുമ്പോൾ ആതു സകാത്ത എന്നാണ് ഓതുക. എന്നാൽ ഇവിടെ നോക്കൂ, ആതവു സകാത്ത, താഇന് ഫത്ഹാണ്, വാവിന് ലമ്മുണ്ട്. ആതവു
ഇങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട്. ഒന്നിതാ നമ്മൾ കണ്ടു. വളരെ ശ്രദ്ധിക്കുക. ഡയറിയിലോ മറ്റ് നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും കൃത്യമായി സൂറത്തിൻ്റെ പേര്, ആയത്തിൻ്റെ നമ്പർ, ഈ വേർഡ്, ഈ കലിമത്ത് എഴുതി വെക്കുക. ആതവു സക്കാത്ത എന്ന്. വേണമെങ്കിൽ ഇതാ ഒരു പാട്ടും കൂടെ കേട്ടോളൂ. എന്നാൽ അത് പാട്ട് ശരിക്കും, ഈ വിഷയം ശരിക്കും മനസ്സിലാക്കിയ ആളുകൾക്ക് ഇപ്പോൾ പാടാൻ പോകുന്ന പാട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാതെ വെറും പാട്ട് കേട്ടാൽ മാത്രം വിഷയം മനസ്സിലാവില്ല. ഈ വിഷയം നന്നാക്കി മനസ്സിലാക്കിയ ആളുകൾക്ക് ഇതാ 2 വരി കേട്ടോളൂ. ആതവു എന്നത് ആതൂ എന്നായി മാറി പറയാൻ പാടില്ല. ആതൂ തഇന് ളമ്മും പിന്നിൽ നീട്ടാൻ വാവല്ലാതില്ല. ആതവു തഇന് ഫത്ഹ പിന്നിലെ വാവിനെ നാം നീട്ടുന്നില്ല. ഒരുപാടാളുകൾ ഇവ രണ്ടും മുന്നേ രണ്ടായി കണ്ടിട്ടില്ല. അല്ലേ? മുമ്പ് ഇത് രണ്ടും രണ്ടാണ്, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. ഒക്കെ ആതു സക്കാത്തെ ആയിരുന്നു. പാടില്ല. ആതവു ഉണ്ട്, ആതൂ ഉണ്ട്. ശ്രദ്ധിക്കണം. ഇനി അടുത്ത ആയത്ത്. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറു മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ فإن لم تفعلوا فأذنوا بحرب من الله ورسوله. മനസ്സിലായോ? فإن لم تفعلوا അല്ല, എത്ര ഇദ്ഗാമും ബിലാ ഗുന്ന കഴിഞ്ഞു പോയി. ആരെങ്കിലും ശ്രദ്ധിച്ചോ? അതുപോലെ മദ് ലാസിമുണ്ടല്ലോ, നമ്മളെ മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദു വന്നാൽ അത് വന്നില്ല അല്ലേ? ഇപ്പം നമ്മൾ ഓതിയ ഭാഗത്ത് ഇദ്ഗാമും ബിലാ ഗുന്ന ഒരുപാട് വന്നല്ലോ. ഇതാ ഈ ആയത്തിൽ ഫഇൻ ലം തഫ്അലു, ഫഇൻ ലം. ഓക്കെ, പിന്നെ ഉണ്ടോ നോക്കൂ. ഈ ആയത്തിൽ കാണുന്നില്ല അല്ലേ? കാണുമ്പോൾ പറയണം. فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. ഓതി വെച്ച അടുത്ത ആയത്തോ നോക്കൂ. وإن كان ذو عسرة فنظرة إلى ميسرة. എങ്ങനെയാ? وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم. അവിടെ ഒരു ഇദ്ഗാം ബിലാ ഗുന്ന ഉണ്ട്. ഖൈറുൽ ലക്കും, ഖൈറുൻ തൻവീനിന് ശേഷം ലാം വന്നിട്ടുണ്ട്. ഓക്കെ. ഇൻ കുൻതും തഅലമൂൻ. ഇനിയുള്ള ആയത്ത് നോക്കൂ. 281 ആയത്താണ് ഓതാനുള്ളത്. ഇതാണ് വിശുദ്ധ ഖുർആനിലെ അവസാനം ഇറങ്ങിയ ആയത്തായിട്ട് തഫ്സീറുകളിലൊക്കെ കാണുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ, അതായത് ആദ്യം അവതരിച്ച ആയത്ത് നമ്മൾ പറഞ്ഞു, ഇഖ്റ ബിസ്മി. അവസാനം ഇറങ്ങിയ ആയത്ത് നോക്കൂ. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. നമുക്ക് ഒരുമിച്ച് ഓതിയാലോ?
ആ ആയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഒരുമിച്ച് നോക്കാം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ശരിക്കും ശ്രദ്ധിക്കണം. വത്തഖൂ യൗമൻ തുർജഊന, ഇഖ്ഫാ കൊണ്ട് ഒഴിവാക്കരുത്. അതുപോലെ സുമ്മ തുവഫാ വഫ. ഇനിയുള്ള ആയത്ത് അതാണ് ആയത്തുദ്ദൈൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. അപ്പോൾ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ്? അൽ ബഖറ. ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് എവിടെയാണ്? അൽ ബഖറ. അതെവിടെയാ? അത് തൊട്ട് അടുത്ത് ചാരി നിൽക്കുന്നു അല്ലേ? ഈ ആയത്ത് അല്പാൽപ്പം ഓതിയിട്ട് ആ ഭാഗം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹ്. ആ ഭാഗം നോക്കൂ, ഒന്നുകൂടെ ഓതാം. അവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസമ്മൻ എന്ന ആ മീമിൻ്റെ ശബ്ദാണ്. രണ്ട് മീമിനുണ്ട് ശബ്ദ്. അജലിം മുസമ്മൻ, രണ്ടാമത്തെ മീമിൻ്റെ ശബ്ദ്. പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ വരാൻ പാടില്ല, രണ്ടും വേണം. നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹ്. തദായൻതും ബിദൈനിൻ, അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ബാക്കിയോ? വൽ യക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ. ഒന്നുകൂടെ. വൽ യക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ. വൽ യക്തുബ് ബൈനകും, ഇദ്ഗാം ചെയ്ത് വൽ യക്തുബ് ബൈനകും. ഒന്നുകൂടെ നോക്കൂ. വൽ യക്തുബ് ബൈനകും. ولا يأب كاتب أن يكتب كما علمه الله. ഒന്നുകൂടെ. ولا يأب كاتب أن يكتب كما علمه الله. ഇനി നോക്കൂ, ബാക്കി ഓതുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ. فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا. എങ്ങനെ ഓതിയത്? فليكتب وليملل الذي. ഒന്നുകൂടെ. فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا. فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل. എങ്ങനെയാ? നോക്കൂ. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആയത്തുദ്ദൈൻ. فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل. ഒന്നുകൂടെ കേൾക്കണോ? എന്നാ കേട്ടോളൂ. فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل. واستشهدوا شهيدين من رجالكم. ഇവിടെ ഒരു ഇദ്ഗാം ബിലാ ഗുന്ന വന്നല്ലോ. മിർ റിജാലിക്കും, നൂനിന് ശേഷം റാ അല്ലേ? എങ്ങനെ ഓതും? واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما. അവിടെയുണ്ട് ഒരു ഇദ്ഗാം ബിലാ ഗുന്ന. ഫഇല്ലം. ഒന്നുകൂടെ നോക്കൂ.
فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى. എങ്ങനെയാ? أن تضل إحداهما فتذكر إحداهما الأخرى. ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله. നോക്കൂ, ولا يأبى الشهداء إذا ما دعوا. മദ്ദുകളുണ്ട്, എല്ലാം ശ്രദ്ധിക്കണം. ولا تسأموا എങ്ങനെ ഓതും? ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله. ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا. അവിടെ നമ്മൾ ഓതണം, ശ്രദ്ധിക്കണം. ذلكم أقسط. അഖ്സതു, ഖാഫുണ്ട് ഖാഉണ്ട്, അതിന് നടുവിലൊരു സീനുണ്ട്, ശ്രദ്ധിക്കണം. ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم. ഒന്നുകൂടെ കേട്ടോളൂ. إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها. ഒരുമിച്ച്. فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم. ഒന്നുകൂടെ. وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد. ഇവിടെ ഒരു മദ്ദുൽ ലാസിമ് വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹജ്ജ പഠിച്ചില്ലേ? എന്നതുപോലെ ولا يضار ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. ആയത്തുദ്ദൈൻ നമ്മൾ ഓതി. സൂറത്തുൽ ബഖറ അതിൻ്റെ അവസാന പേജ് അല്ലേ? ഓതിയാലോ? وإن كنتم على سفر ولم تجدوا كاتبا فرهان مقبوضة فإن أمن بعضكم بعضا فليؤدي الذي اؤتمن أمانته وليتق الله ربه ولا تكتموا الشهادة ومن يكتمها فإنه آثم قلبه والله بما تعملون عليم. ഈ ആയത്തും നേരത്തെ പറഞ്ഞ ആയത്തുദ്ദൈനിൻ്റെ ബാക്കിയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ആയത്തിൽ നമ്മൾ നേരത്തെ ഫനിഇമ്മാഹി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട്. ഇദ്ഗാമല്ല, ഇവിടെ പറയാം. നോക്കൂ, وإن كنتم على سفر ولم تجدوا كاتبا فرهان مقبوضة. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ് فإن أمن بعضكم بعضا,
അത് കഴിഞ്ഞ് നോക്കൂ, ഫൽ യുഅദ്ദില്ലദി തുമിന അമാനതഹു എന്നൊരു കലിമത്ത് എന്ന ഭാഗം. അവിടെ ഫൽ യുഅദ്ദില്ലദി തുമിന, ശ്രദ്ധിക്കണേ, ഫൽ യുഅദ്ദില്ലദി തുമിന അമാനതഹു എന്നാണ്. വളരെ ശ്രദ്ധിക്കുക. അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം എന്നതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫൽ യുഅദ്ദില്ലദി എന്ന് പറഞ്ഞ് വഖഫ് ചെയ്താൽ, വഖഫ് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ശരിക്കും മനസ്സിലാക്കുക. അവിടെ ഫൽ യുഅദ്ദില്ലദി എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയാൽ അതിൻ്റെ ബാക്കിയാണ് ഒരാൾ ഓതുന്നത് എങ്കിൽ ഊതുമിന അമാനത്തുഹു എന്ന ഓതേണ്ടത്. ഊതുമിന ചേർത്തി ഓതുമ്പോൾ ഒരു വിഷയമല്ല. ഫൽ യുഅദ്ദില്ലദി തുമിന അമാനതഹ്, ഒന്നുകൂടെ, ഫൽ യുഅദ്ദില്ലദി തുമിന അമാനതഹ്. നിർത്തിയാലോ ഫൽ യുഅദ്ദില്ലദി, ഒരാളവിടെ നിർത്തി എന്നിട്ട് ബാക്കി ഓതാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഊതുമിന എന്നാണ്. അത് അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ പഠിക്കാം. അടുത്ത ആയത്ത്, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. ആ ആയത്ത് പലപ്പോഴും നമ്മൾ ആമന റസൂൽ ഓതുന്നതിന് മുമ്പൊക്കെ ഓതുന്ന ആയത്താണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇനി വഇൻ തുബ്ദു ആണ്, ഫഇൻ തുബ്ദു അല്ല, ഇവിടെ വാവാണ്. وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ. ഇനിയോ ഫയഗ്ഫിറു ആണ്, വയഗ്ഫിറു അല്ല. ഫ വ ഈ രണ്ട് അക്ഷരങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി ആമന റസൂലുമാണ്. ആമന റസൂൽ നമ്മൾ ജസ്റ്റ് ഓതിപ്പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ അത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്ന വീഡിയോ, അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും കേൾക്കണമെന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഓതാം. ആമന റസൂലു, അതിൻ്റെ ശ്രേഷ്ഠതകൾ, ഫളാഇൽ, അതേക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കണം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. ആയത്ത് ഒന്നുകൂടെ നോക്കൂ. آمن الرسول بما أنزل إليه من ربه والمؤمنون. ഒന്ന് ഓതിയാലോ നമുക്ക്? ഒരുമിച്ചോ അല്ലാതെയോ? ഒരുമിച്ച്. آمن الرسول بما أنزل إليه من ربه والمؤمنون. ഇനി ഞാൻ ഒന്നോതാം, അത് കേട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നോതാം. എവിടെ നിർത്തുന്നു, എങ്ങനെ ഓതുന്നു എന്നൊക്കെ ശ്രദ്ധിക്കണേ. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. ഇനി എൻ്റെ കൂടെ, കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. ഇനി ഞാനൊന്നോതാം, അടുത്തതിൽ നിങ്ങൾ കൂടെ ഓതണം. ലാ നുഫർറിഖു ബൈന അഹദിൻ മിർ റുസുലിഹി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് നിർത്തൽ, എടുക്കൽ, തുടങ്ങൽ ഒക്കെ. ഇനി ബാക്കി ഒരായത്ത് കൂടെ ഉണ്ടല്ലോ. لا يكلف الله نفسا إلا وسعها
لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഈ ആയത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആമന റസൂലിൻ്റെ ആ ലിങ്ക് കേട്ടാൽ ശരിക്കും മനസ്സിലാവും. അവിടെയും ഇവിടെയും വിശദീകരിക്കേണ്ടതില്ലല്ലോ. മതി. നോക്കൂ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എത്ര ആളുകളാണെന്നറിയോ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നഫ്സൻ ഇല്ലാ വുസ്അഹാ. അപ്പോൾ ശ്രദ്ധിക്കണം, ഓതി തരുന്നത് പോലെ തൊട്ട് മുകളിലുള്ള ആയത്ത് ചെയ്തതുപോലെ നമ്മൾ ഓതാം. ഒരു തവണ ഓതും, രണ്ടാം തവണ നിങ്ങളൊപ്പം കൂടി ഓതുക. لا يكلف الله نفسا إلا وسعها لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت لها ما كسبت وعليها ما اكتسبت. ചില ആളുകൾ ലഹാ മാ കസബത്ത് അലൈഹാ മാ കസബത്ത് അല്ലെങ്കിൽ ലഹാ മക്തസബത്ത് അലൈഹാ മക്തസബത്ത് എന്തൊക്കെയോ ഒന്ന് കേൾക്കാം. ശരിക്കും ശ്രദ്ധിക്കണം. ആദ്യം നോക്കി ഒന്ന് ഓതി ശരിക്കും മനപ്പാഠം ആക്കിയിട്ട് വേണം ഓതാൻ. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഒന്നുകൂടെ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഒരുമിച്ച്. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ഒരുമിച്ച്. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به. എങ്ങനെയാ? ربنا ولا تحملنا ما لا طاقة لنا به. തഹ്മിൽ അലൈന തുഹമ്മിൽന അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ പാടില്ലേ, ശ്രദ്ധിക്കണം. ചില ആളുകൾ മാ ലാ ത്വാഖത ലനാ, നോ ത്വാഖത മദ്ദില്ല, അസ്ലിയ മദ്ദേ ഉള്ളൂ. മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ أنت مولانا فانصرنا على القوم الكافرين. ഒരുമിച്ച്. أنت مولانا فانصرنا على القوم الكافرين. صدق الله العظيم. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, നിൻ്റെ പരിശുദ്ധമായ ഖുർആനിനു വേണ്ടി ഒരുപാട് സമയം ഞങ്ങൾ ഇരുന്നു, ഞങ്ങൾ ഓതി, ഞങ്ങൾ പാരായണം ചെയ്തു. ഓതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആയിരക്കണക്കായ സഹോദര സഹോദരിമാർ, ഉമ്മമാർ, ഉപ്പമാർ എല്ലാവരും ഓതി. ആമന റസൂൽ ഞങ്ങൾ ഏറ്റു ഓതി. അള്ളാഹുവേ, നിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹ്. പടച്ചവനെ, ഈ തദ്രീബ് ഖത്മുൽ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, 10,000 ആളുകൾ. അള്ളാഹുവേ എല്ലാവർക്കും, അവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും മക്കൾക്കും ഇഷ്ടജനങ്ങൾക്കും അള്ളാഹുവേ, നീ ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് കൊടുക്കണേ അള്ളാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും സലാമത്ത് കൊടുക്കണേ അള്ളാഹ്. പടച്ചവനെ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് ഒക്കെ മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക്
ഈ സമയം തന്നെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ക്ലാസിൻ്റെ ഈ മജ്ലിസിൻ്റെ നൂറ് ഇതിൻ്റെ മിസ്ലു സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്, അവരുടെ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് രോഗികളുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവെ, ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ, ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മാറാവ്യാധികൾ, കഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള രോഗങ്ങളൊന്നും തന്ന് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ഓപ്പറേഷന് വിധേയമായി ആശുപത്രികളിൽ കിടക്കുന്നവരുണ്ട്, ICUവിലുള്ളവരുണ്ട്. അള്ളാഹുവെ, വീടുകളിൽ രോഗികളായി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, പ്രിയപ്പെട്ട സുഹൃത്ത്, അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അങ്ങനെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിൽ ഒരുപാട് പേര് മക്കളിൽ രോഗികളായിട്ടുള്ളവർ, ബന്ധുക്കളിൽ, കുടുംബങ്ങളിൽ, കൂട്ടുകാരിൽ രോഗികളായിട്ടുള്ളവർ. അള്ളാഹുവേ, എല്ലാവരുടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, കടം കൊണ്ട് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. സാമ്പത്തികമായ ഹൈറായ നിലയിലുള്ള അഭിവൃദ്ധി, ഐശ്വര്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്കത് വീട്ടാനുള്ള തൗഫീഖ് വളരെ പെട്ടെന്ന് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. വീടിൻ്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, നല്ല നിലയിൽ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഹൈറായ സന്തോഷമുള്ള വീട് നൽകണേ അല്ലാഹ്. കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഉമ്മാൻ്റെ അസുഖം മാറാൻ, ഉപ്പാൻ്റെ അസുഖം മാറാനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ചെറിയ മക്കളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ശൈത്താൻ്റെ ഷർറുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്, നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ 6 അടി മണ്ണിലാണ്, അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കന്മാരിൽ, ഞങ്ങളുടെ സാദാത്തുക്കളിൽ, പണ്ഡിതന്മാരിൽ, ഉലമാഇൽ, ഉമറാഇൽ, പ്രവർത്തകരിൽ ഒരുപാട് പേര് ഖബറിലാണ്, അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ നൂറ് വെളിച്ചം, ഇതിൻ്റെ മിസ്ലു സവാബ് അവരെ ഖബറിലേക്ക് നീ കാണിക്കണേ അല്ലാഹ്, സ്വർഗീയമായ ഖബറാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതൃത്വം, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉലമാ, പണ്ഡിതന്മാർ, നേതൃത്വം, സാദാത്തുക്കൾ, പ്രവർത്തകർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നേതൃത്വത്തിൻ്റെ കീഴിൽ ഞങ്ങൾക്കും നീ ഒരുപാട് കാലം നിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദുആ കൊണ്ടേൽപ്പിച്ചവരാരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഷർറുകളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ബന്ധുക്കൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, ശിഷ്യന്മാർ, അവരോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله
عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله